നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബാധ്യതകൾ ഒഴിയാതെ നിൽക്കുന്ന ആ മനുഷ്യന്റെ ചുമലില് ഇനിയും ബാധ്യതകൾ കെട്ടിവെക്കരുത്. പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കാൻ നോക്ക് മനോജെ, അല്ലെങ്കിൽ അച്ഛന്റെ ശാപം കിട്ടും നിനക്ക്. ഞാൻ എന്തോ പറയാൻ വന്നു, അവൻ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ട് പോയി. മല പോലെ പോയവൻ എലി പോലെ ഇരിക്കുന്നു. ഇന്നത്തെ എക്സാം വളരെ ഈസി ആയിരുന്നു. ഞാൻ പ്രതീക്ഷയിലും ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളാണ് കൂടുതലും വന്നത്. നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അല്ല, നിനക്കെന്തൊരു മൂഡ് ഓഫ്? എനിക്ക് ചില ചോദ്യങ്ങൾ ടഫായിരുന്നു. എന്താണെന്ന് അറിയില്ല, ആകെ ഒരു കൺഫ്യൂഷൻ. വർഷയെ പോലൊരു പഠിപ്പിസ്റ്റ് ഇങ്ങനെ പറയുന്നത് വളരെ കഷ്ടമാണ്. നിന്റെ കോൺസെൻട്രേഷൻ പല കാര്യങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതൊരു നല്ല കാര്യമല്ല വർഷ. ഹലോ വർഷ. ഹലോ. ഞങ്ങള് വർഷയെ തേടി നടക്കായിരുന്നു. ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം. ശ്യാമേ, ഞാനിപ്പോ വരാം. വരൂ. ക്യാഷ് പേ ചെയ്യാം. കോളേജിനകത്ത് ഈ മെഡിസിൻ ഒക്കെ തരണമെന്ന് പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വന്നാ മതി. കോളേജിനകത്ത് വെച്ച് തന്നെ ഡീൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾക്കിതേ ഈ മെഡിസിൻ ഒന്ന് കിട്ടിയാൽ മാത്രം മതി. ചില പുണ്യാളന്മാർക്കൊക്കെ മുറിവുറുപ്പുണ്ടെന്ന് അറിയാം. വർഷ അതൊന്നും കാര്യാക്കണ്ട. വർഷയ്ക്ക് വേണ്ട സെക്യൂരിറ്റി ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും. ഈ മെഡിസിനൊക്കെ എന്ത് സെക്യൂരിറ്റി? അതൊന്നും ഇപ്പൊ വർഷ അറിയണ്ട. ഞങ്ങൾക്കിതേ ഈ മെഡിസിൻ എത്തിച്ചെന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. എടാ, കൂടുതൽ ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കെ. പക്ഷേ കോളേജിൽ എക്സാം നടക്കുന്ന സമയത്ത് ഈ കച്ചവടം മോശമല്ലേ? നീ വിചാരിച്ച നല്ല ശമ്പളത്തിലൊരു ജോലി കിട്ടുമല്ലോ, പിന്നെന്തിനാ ഈ ചീപ്പ് പണിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ എന്റെ പേരിൽ എന്റെ ഭർത്താവ് തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ ഭാഗമാണ്. മറ്റു ഭർത്താക്കന്മാരെ പോലെ ഭാര്യയെ വീട്ടിൽ തളച്ചിടുന്നവനല്ല എന്റെ ഹസ്ബൻഡ്. മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാതെ സ്വന്തം നിലയ്ക്ക് ഞാനൊരു മുതലാളിയാവണം. അതാ പുള്ളിക്കാരന്റെ ആഗ്രഹം. അതിനുള്ള ട്രെയിനിങ് ആയി കച്ചവടമൊക്കെ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇവളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ഒരു മാർഗം? ശ്യാമേ, നീ നാളത്തെ സബ്ജക്ട് മുഴുവൻ പഠിച്ചോ? ഒരുവിധം. എനിക്ക് ചില ഡൗട്ടുണ്ട്, നീ അതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. നമുക്കെന്നാ ലൈബ്രറിയിലേക്ക് പോവാം. ശരി. എന്ത് രണ്ടുപേർക്കും ഒരു സന്തോഷമില്ലാത്തെ? ഹരിതയെ സന്തോഷിപ്പിക്കാൻ 1000 തമാശകൾ സ്റ്റോക്കുള്ള ആളല്ലേ മനോജ്?
എന്തു പറ്റി? രണ്ടുപേരും മൂഡ് ഓഫ് ആണല്ലോ. ഞങ്ങൾ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു പക്ഷേ. മോളെ, ജോലി അവസാനിപ്പിച്ചത് നന്നായി. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇത്രയും ദൂരത്തുള്ള ബൈക്ക് യാത്ര അത് ഒഴിവാക്കേണ്ടത് തന്നെ. മറ്റുള്ള ടെൻഷനും ഒഴിവാക്കണം. സർക്കാർ ജോലിയാണെങ്കിൽ ലീവ് എടുത്തിരിക്കായിരുന്നു. ഇപ്പൊ അതിന് പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞതാ ശരി. നിനക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്താടാ നിനക്കൊരു വിഷമം? ഒരച്ഛനാവും പോകുന്ന സന്തോഷൊക്കെ എവിടെ പോയി? ഹരിതയുടെ ശമ്പളം കൂടി ഇല്ലാതായപ്പോ ആകെയുള്ള വരുമാനം നിലച്ചു. ഇനി ആ ഹോസ്പിറ്റലിൽ ചെലവുകൾ കൂടുന്ന സമയം എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലെന്ന്. നിനക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ? ഒരു പാരലൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കില്ലേ? ഈ അഭിപ്രായം ഞങ്ങൾ എത്രയോ തവണ മനോജനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്നുള്ള വാശിയിലല്ലേ മനോജൻ. അങ്ങനെ വാശി പിടിക്കുന്നത് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാ. ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ കാര്യം പറഞ്ഞു നിൽക്കുന്നത് അച്ഛനെ ചൂഷണം ചെയ്യാനാ. ബാധ്യതകൾ ഒഴിയാതെ നിൽക്കുന്ന ആ മനുഷ്യന്റെ ചുമലില് ഇനിയും ബാധ്യതകൾ കെട്ടിവെക്കരുത്. പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കാൻ നോക്ക് മനോജെ. അല്ലെങ്കിൽ അച്ഛന്റെ ശാപം കിട്ടും നിനക്ക്. ദേ അച്ഛൻ വരുന്നു. ഇതെന്താ ഇത്? കുറച്ച് മാത്രമാ. കമ്പനി എന്നെ ഔദ്യോഗികമായി പിരിച്ചുവിട്ട ദിവസമായിരുന്നു. എന്റെ റിട്ടയർമെന്റ് ദിനം. ഞാൻ സ്വതന്ത്രനായി. ഇനി ഹാമറും ജാക്കിയും കരിയോയിലും ഒന്നും ഇല്ലാത്ത ലോകത്തിലേക്കാ തിരിച്ചു വന്നിരിക്കുന്നത്. ആ സന്തോഷം എല്ലാവർക്കും പങ്കിടണ്ടേ? എല്ലാവർക്കും മധുരം കൊടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.